മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാര ചടങ്ങുകൾ തുടരുന്നു. നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ക്യാമറകളിൽ സമീപ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചെന്ന് CCF KS ദീപ അറിയിച്ചു. വനംവകുപ്പിന്റെ ഡേറ്റാബേസിലുള്ള കടുവയാണോ എന്ന് പരിശോധിക്കും. ജനവാസ മേഖലയിൽ പട്രോളിംഗ് ശക്തമാക്കുമെന്നും KS ദീപ അറിയിച്ചു. കുങ്കിയാനകളുടെ സഹായവും തിരച്ചിലിനുണ്ടാകും. കടുവ കൊന്ന രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. അതേസമയം ലക്കിടിയിലും കടുവയെ കണ്ടതായി സംശയമുണ്ട്. നിലവിലിപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഈ പ്രദേശങ്ങളിലായിട്ട് തന്നെ കാടിനകത്തായിട്ട് സാന്നിധ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ക്യാമറ ട്രാപ്പ് ഇമേജസ് ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇമേജസ് എല്ലാം പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താമസിയാതെ നമുക്ക് അതിൻ്റെ ID കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ പാട്രോളിംഗ് എല്ലാം ശക്തിപ്പെടുത്തുന്നത് നമ്മൾ ജനവാസ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ്. ഈ ഭാഗങ്ങൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണുള്ളത്. പിന്നെ ഡോക്ടർ അരുൺ സക്രി ആൻഡ് ടീമും വരുന്നുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവ് അനുസരിച്ചിട്ട് കൂട്ടിലാക്കാനും പിന്നെ ട്രാങ്കുലൈസിങ്ങും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാനുമുള്ള 3 ഉത്തരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് എങ്ങനെയാണ് സാഹചര്യങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് നമ്മൾ ഏതാണെങ്കിലും പ്രയോഗിക്കുന്നതായിരിക്കും. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഈ കടുവ പഞ്ചാരക്കൊല്ലിയിൽ തന്നെയുണ്ട്, അതിന് സ്ഥിരീകരണം വരുന്നു. അതായത് ആ പ്രദേശത്ത് തന്നെ അതിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ലഭിച്ചു. ഇനി അത് ഇവരുടെ പരിധിയിൽപ്പെടുന്ന കടുവയാണോ എന്നുകൂടി നോക്കുന്നുണ്ട്. അതായത് ഈ കടുവ വനം വകുപ്പിൻ്റെ ഡേറ്റാബേസിലുള്ള കടുവയാണോ എന്ന പരിശോധന. മാത്രമല്ല ജനവാസ മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കാനാണ് തീരുമാനം. അതായത് മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ അല്ല എന്ന് പറയുകയാണ് CCF. അതായത് ഇനി ഈ വനാതിർത്തി പ്രദേശങ്ങളിൽ പെട്രോളിംഗ് തുടരെ ഉണ്ടാകും. കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിൽ നിരീക്ഷണമുണ്ടാകും, അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങൾ ഇറങ്ങുന്നുണ്ടോ എന്ന നിരീക്ഷണമുണ്ടാകും. അപ്പോൾ കൃത്യമായ ഇടപെടൽ ഉചിതമായ സമയത്ത് തന്നെ ഉണ്ടാകും എന്ന ഉറപ്പാണ് ഇപ്പോൾ CCF അടക്കം നൽകുന്നത്. ഏതായാലും കടുവ സമീപ പ്രദേശത്ത് തന്നെ ഉണ്ടെന്ന ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ ഒക്കെ വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഇതേ കടുവ തന്നെ സമീപ പ്രദേശത്ത് കണ്ടതായി ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ലക്കിടിയിൽ മറ്റൊരു കടുവയെ കണ്ടതായും സംശയമുണ്ട്. നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്, ഈ ടെറിട്ടറി എന്നത് ഒരു സുപ്രധാനമാണ് കടുവയെ സംബന്ധിച്ചിടത്തോളം. അർജുൻ PS ഒപ്പമുണ്ട്. അർജുൻ, ഈ പഞ്ചാരക്കൊല്ലിയുടെ സമീപത്തു തന്നെയുണ്ട് കടുവ, അതാണ് വനം വകുപ്പ് പറയുന്നത്, അല്ലേ? ഒരു മിനിറ്റ് അതെടുക്ക്. തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള അയൽപക്കക്കാരോട് പറഞ്ഞ് ഏൽപ്പിക്കണം, ഞങ്ങൾ ഇന്ന വഴിയിലൂടെയാണ് പോകുന്നത്. എന്തിനു പറഞ്ഞു? അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന സംവിധാനം ഉണ്ട്, ഇല്ലേ? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയായി ബന്ധപ്പെട്ടില്ല? അറ്റ്ലീസ്റ്റ് കൗൺസിലറെ പോലും ബന്ധപ്പെട്ടില്ല. എന്തുകൊണ്ട് ബന്ധപ്പെട്ടില്ല? എന്തുകൊണ്ട് പറഞ്ഞില്ല? ഒരു ബോധവൽക്കരണമാണ് നടത്തുന്നതെങ്കിൽ, ഇത്തരം ഒരു സാഹചര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളെങ്കിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അറിയിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? നിങ്ങൾക്ക് ബാധ്യതയില്ലേ? അതിന് കൃത്യമായിട്ടുള്ള കേൾക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതോടൊപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു, കൃത്യമായിട്ട് നിങ്ങൾ ഇന്നലെ ഇറങ്ങിയ ആ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന അവ്യക്തതകൾ കൃത്യമായി ഞങ്ങൾക്ക് മാഡം നീക്കി തരണം. സൂട്ടഡ് സൈറ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ, അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ, അതല്ലെങ്കിൽ നാഷണൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റിയുടെ അനുമതിക്ക് വീണ്ടും നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടോ? ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി മാഡം തന്നേ പറ്റൂ. കൃഷ്ണരാജ്, ഇപ്പൊ പ്രദേശത്ത് ഇപ്പോൾ നാട്ടുകാർ തടിച്ചുകൂടിയിരിക്കുകയാണ്. അതായത് ഈ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ, വനോപകരണ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ എത്തിയിരിക്കുകയാണ്. അവരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് കൃത്യമായി തന്നെ ഈ ഓർഡർ എന്താണെന്ന് കൃത്യമായി വിവരിക്കണം. അതായത് സൂട്ടൈറ്റ് സൈറ്റ് എന്നുള്ളതാണോ നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ കടുവയെ പിടികൂടുകയാണോ ചെയ്യുന്നത്
ഇത് കൃത്യമായി തങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. മാത്രമല്ല പ്രദേശത്ത് കടുവ ഉണ്ടെന്നുള്ള സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത്ര ദിവസമായി പിടികൂടാത്തത് എന്നുള്ള ഒരു ചോദ്യം കൂടി പറയുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നാട്ടുകാരടക്കമുള്ളവർ ഇവിടെ എത്തി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ നാട്ടുകാർ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കൃത്യമായി തന്നെ ഏത് രീതിയിലാണ് സൂട്ടഡ് സൈറ്റ് ആണോ എന്നുള്ളത് കൃത്യമായി തന്നെ പറയണം. ഏത് രീതിയിലാണ് കടുവയെ പിടികൂടുന്നതെന്ന് കൃത്യമായി പറയണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നാട്ടുകാരെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. നാട്ടുകാരൊക്കെ വലിയ രീതിയിലുള്ള ഒരു പാനിക്കായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇപ്പോൾ CCF ഇപ്പോൾ നാട്ടുകാരോട് പ്രതികരിക്കുന്നുണ്ട്. അതിന്റെ ഡയറക്ഷൻ മേലിൽ നിന്നുണ്ടായിരുന്നു. അതിവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാവരുടെയും അത്തരത്തിലൊരു ബോധവൽക്കരണം നടത്തണം എന്നുള്ളത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞതിന്റെ കോളനികളിലും ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഈ വനവിഭവ ശേഖരണങ്ങൾ നടത്തുന്ന ആൾക്കാർക്കൊന്നും ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് ജനറൽ ആയിട്ട് ചെയ്തിട്ടില്ല. ഇവിടെ മാത്രമല്ല, എല്ലാവരുടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് വേറെ എവിടെ അന്വേഷിച്ചാലും അതങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മാത്രം സ്പെഷ്യലായിട്ട് ചെയ്തത്. ഇന്നലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പോയത് ഇന്നലെ ഞങ്ങൾ സഹകരിക്കേണ്ട സാഹചര്യം ഒരു ബോഡി വെച്ച് സമരം ചെയ്യരുത്. ആ ബോഡി ആ അവസ്ഥയിലുള്ള ബോഡിയല്ല, അത് കണ്ട ആളുകൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ചത്. അടക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. അത് അടക്കിയിട്ടാണ് വരുന്നത്. ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ക്യാപ്ചർ ചെയ്യാനും ട്രാങ്കുലൈസ് ചെയ്യാനും ആവശ്യാനുസരണം വെടിവെക്കാനും ഉള്ള ഉത്തരവ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിന്റെ വ്യക്തത വരുത്തണം. എങ്ങനെയാണ് കൺഫ്യൂഷൻ നിൽക്കണം മാഡം. കൂട്ടിൽ കയറിയാൽ വെടിവെക്കുമോ? കൂട്ടിൽ കയറിയാൽ നമുക്ക് ചെയ്യാം. അല്ല, ഇതിലെ ട്രാക്ക് ചെയ്തതിന് ശേഷം പറയാൻ പറ്റും. നമ്മൾ ട്രാക്ക് ചെയ്താലേ നമുക്കറിയാം. അല്ല പറയട്ടെ, എനിക്കൊന്ന് പറയാൻ പറ്റുമോ? ഏതാണ് നമുക്കിവിടെ വേണ്ട. മേഡം അടക്കം ഇവിടുന്ന് പോയി ഗേറ്റ് കിടക്കണമെങ്കിലേ ഒരു സംശയമല്ല. ഞങ്ങൾ ഹലോ 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 വലിയ പ്രതിഷേധമാണ് വീണ്ടും. അതായത് CCF അടക്കമുള്ള ഒരാളെയും പുറത്തുവിടില്ല. കൃത്യമായൊരു ഉത്തരം വേണം. അവ്യക്തതകൾ ഒഴിവാക്കൂ. ഈ കടുവയെ കണ്ടാലുടൻ വെടിവെക്കും എന്നാണോ? എന്താണ് നിങ്ങളുടെ തീരുമാനം? അങ്ങനെ വിവരിക്കുകയാണ്. അവിടെ തർക്കം നടക്കുകയാണ്. മറുപടി നൽകുന്നുണ്ട് CCF. ഒന്നുകൂടെ പറയാം മാഡം, ഈ എസ്റ്റേറ്റിന്റെ അകത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ കേന്ദ്രം എന്ന് അവകാശപ്പെടുന്ന ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ അകത്ത് ഏറ്റവും പിന്നോക്കമായ ആദിവാസി വിഭാഗം അടിയ പണിയ വിഭാഗമാണുള്ളത്. അടിയ പണി വിഭാഗം അവര് പ്രതികരിക്കില്ല എന്ന് കരുതിയിട്ടാണോ? ആണോ? അങ്ങനെയാണോ നിങ്ങളുടെ ഉദ്ദേശം? എല്ലാവരും ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾ അവരെ വിളിച്ചു കൊടുക്കും. അയ്യമ്പള്ളിയിൽ കൊണ്ടുവന്നു. എന്താ സംഭവിച്ചത്? കാണൂല.
ഒന്നുമില്ല. ഒരു കുട്ടി എന്റെ ഒരു റൂമിൽ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും നിർബന്ധമായും ഞങ്ങൾക്ക് പുറത്ത് കടക്കാനോ വെള്ളം എടുക്കാനോ ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. അതിന് പിന്നെ നിങ്ങൾ വരുവാണെങ്കിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റപ്പെടും. വീടിന്റെ കാരണം ഞങ്ങൾ 6 മണിക്കൊക്കെയാണ് ഇവിടുന്ന് മലേന്റെ മേലേക്ക് പണിക്ക് കയറുന്നത്. അത് കോട മൂടിയിട്ടാണെങ്കിൽ കണ്ണു വരെ കാണൂല. അങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങള്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലേ സാർ? അതെന്തായാലും അത് കൊല്ലാണെങ്കിൽ ഒന്നുകൂടി അല്ലെങ്കിൽ എന്ത് കാണിക്കാൻ ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ എന്തായാലും പിടിക്കണം. അല്ല, ഇതില് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കടുവനെ കൊല്ലേണ്ടി വരില്ല, ഞങ്ങളെ കൊല്ലേണ്ടി വരും. ഞങ്ങളെ കൊല്ലേണ്ടി വരും. കടക്കില്ല. പിന്നെ ഞങ്ങൾ മാത്രം പോയാലും ഞങ്ങളവിടെ കാവലുണ്ടാവും. ഇതിനൊരു തീരുമാനമാക്കാതെ ചെറിയ പിള്ളേരൊക്കെ CCF-നോടാ സംസാരിക്കുന്നത്. വ്യക്തിപരമായിട്ടല്ല, CCF-നോട് സംസാരിക്കും ഞങ്ങള്. CCF മറുപടി പറയാൻ ബാധ്യതയുണ്ട്. ആ ബാധ്യതയുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ആ അവ്യക്തത നീക്കണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. നിങ്ങൾ ഇവിടെ മീഡിയാസ് ഉണ്ടല്ലോ, മീഡിയാസ് പറയട്ടെ. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിയത്, എന്താ തെറ്റിയത് മീഡിയാസ് പറയട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെടിവെക്കണ്ടേ? ഇതെന്തിനാ നിങ്ങൾ വെക്കുന്നത്? ഇത് കാണിക്കേ അത് ഓടിക്കണല്ലോ. കൊല്ലാൻ ഓടിട്ട പിന്നെ പടക്കം പൊട്ടിച്ചുള്ള എങ്ങനെ ഓടിക്കാം? കൊല്ലാൻ ഉത്തരവുണ്ടായിരുന്നു. നിങ്ങളെ കൂട്ടിൽ പിടിച്ച സാധനത്തിനെ കൊണ്ടുപോകുന്നു നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങളെ പേടിച്ചിട്ട് കുട്ടികൾ പുറത്തിറങ്ങുന്നില്ല, സ്ത്രീകൾ പുറത്തിറങ്ങുന്നില്ല, ആളുകൾക്ക് പഠിച്ചു പോകാൻ വയ്യ. നിങ്ങളെ ഇവിടെയുള്ള ഫോറസ്റ്റ് വാച്ചർമാരെ പോലും അറിയിക്കാതെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള കുരങ്ങാണെങ്കിലും കടുവയാണെങ്കിലും മറ്റ് പാമ്പ് വർഗത്തിൽപ്പെട്ട ആണെങ്കിലും എല്ലാം കൊണ്ടുവന്ന് നിങ്ങൾ പാതിരാത്രിയിൽ കൊണ്ടുപോയി തട്ടുകയാണ് ഇവിടെ ഈ പ്രദേശത്ത്. നിങ്ങൾ നോക്കണം, കൈയില്ലാത്തവരും കാലില്ലാത്തവരും വെട്ടുകൊണ്ടവരും വെടികൊണ്ടവരും ഒരുപാട് കുരങ്ങുകൾ മറുപടി കുരങ്ങിനടക്കം ഇതേപോലെ തന്നെ മറ്റുള്ള സ്ഥലത്ത് നിന്ന് പിടിക്കുന്ന കടുവകളെ നിങ്ങൾ ഇവിടെ കൊണ്ടുവിടുന്നു. അത് നിങ്ങൾ എന്റെ ഇന്നലെ പോയി വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് മാത്രം ഇന്നത് അടക്കിയതിനു ശേഷം വന്ന് ഒരു തിരക്കും ഞങ്ങൾക്കില്ല ഈ പ്രദേശത്തുകാരാ. ഇനി നിങ്ങൾക്ക് വേണോ ഞങ്ങളെ കൊന്നിട്ടങ്ങ് പോയിക്കോ. തീരുമാനമാക്കാതെ ഇവിടെയുള്ള ഓരോ ഓഫീസർമാരോട് വ്യക്തിപരമായിട്ടില്ല. പക്ഷെ നിങ്ങൾ വഹിക്കുന്ന സ്ഥാനങ്ങളോട് ആ സ്ഥാനത്തിരിക്കുന്ന ആളുകളോട് അധികാരവർഗത്തോടെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അധികാരം നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ, പറഞ്ഞേ പോവൂ. വേറെ സംശയമില്ലെന്നേ. 24 മണിക്കൂർ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുപോലെ ആവില്ല. ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് മാഡം പറഞ്ഞു. ഞങ്ങള് അടിക്കാട് വെട്ടുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞില്ലേ? നിങ്ങൾ ചെയ്തോ? 6 മാസം കഴിഞ്ഞില്ലേ? അത് ഇപ്പോഴല്ലേ സാറേ? ഇന്ന് നിങ്ങൾ പറഞ്ഞില്ല. ഇന്ന് പോട്ടെ, ഇന്ന് സംഭവം ഒന്നും പറ്റില്ല. ഇതിന് 3 മാസം മുമ്പ് ഞങ്ങൾ പറഞ്ഞില്ലേ അടിക്കാട് വെട്ടണം. അല്ലാതെ എന്തിനാ പ്രശ്നം? എന്തിനാ പ്രശ്നം?
ആനയ്ക്ക് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് കൊണ്ടുവരികയാണ്. ഞാൻ രാവിലെ 9 മണിക്ക് വിളിക്കുമ്പോൾ സാറ് തൃശ്ശൂരാണുള്ളത്. നമ്മൾ നിരന്തരം കോൺടാക്ട് അതായത് രണ്ടാമത്തെ നമുക്ക് കേരളത്തിൽ 2 ഡോക്ടർമാർ നമ്മൾ വിളിച്ചുകൂടെ മുഴുവൻ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും ഏത് മീറ്റിംഗിന്റെ ഏത് നയത്തിൽ ഞങ്ങൾ നടപടിയെടുത്താൽ ഈ സാധനം കെട്ടിത്തൂക്കാൻ ഇതെല്ലാം പരിശോധിക്കുകയാണ് നിലവിലിപ്പോൾ ചെയ്യുന്നത്. ഉണ്ടായത് അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് നമുക്ക് ഭീഷണി ഉണ്ടാക്കുന്ന കടുവയെ നമ്മൾ പിടിച്ചു കേൾക്ക്, നമുക്ക് ഭീഷണി ഉണ്ടാക്കുന്ന കടുവയെ പിടിച്ചു മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞോട്ട് ഒട്ടൊന്ന് കാട്ടിൽ കയറിയാൽ ആ കടുവ ഈ സ്ഥലത്ത് ഈ പരിസരത്തുണ്ട്. നമ്മൾ കാട്ടിൽ കയറി ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കിട്ടില്ല. നമ്മള് ഈ ക്യാമറ ട്രാപ്പിൽ അതിന്റെ കാൽപ്പാടൊക്കെ നോക്കിയപ്പോൾ കാടിനകത്തുള്ള ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനിപ്പോ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം വല്ലയിടത്തും പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാലത്തൊന്നും കിട്ടും. വേറെ ഏതെങ്കിലും മനുഷ്യനെ ഉപദ്രവിക്കാൻ അതിനാണ് ഞങ്ങൾ ഇങ്ങനെ ശ്രമിക്കുന്നത്. ഇല്ല, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അത് കൂട്ടിൽ കയറി ഇന്ന് അങ്ങനെയാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലോ. ഞങ്ങൾക്ക് അതാണ് അറിയണ്ടേ. കൊല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് വിടില്ല സാർ. അതിലിനി എന്ത് ഞങ്ങളെ കൊല്ലാതെ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഡിമാൻഡ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ കൂട് വെച്ചുകൊണ്ട് കാര്യമില്ല, അതിനെ കൊല്ലുക എന്നുള്ളതാണ് ഡിമാൻഡ്. അതുകൊണ്ട് കുറെ കൂട് കൊണ്ടുവച്ച് അതിനെ കൂട്ടി കയറ്റി കൊണ്ടുപോകാന്നുള്ള നിലപാട് ആ നിലപാട് ആളുകൾ അംഗീകരിക്കുന്നില്ല. ഇത് ഒന്നല്ല, ഇത് 9 പ്രാവശ്യമായി ജില്ലയിൽ. അതുകൊണ്ട് നിലവിൽ അതിനെ ഷൂട്ട് ചെയ്യാനുള്ള ഓർഡർ ഉള്ളതുകൊണ്ട് അതിനെ കൊല്ലുക, നരഭൂജി കടുവയാണ്. ആ ഉത്തരവ് പ്രകാരം അതിനെ ഷൂട്ട് ചെയ്യുക, അതിനെ കൊല്ലുക, അതിനെ ട്രാക്ക് ചെയ്യുക. അതേ ഉള്ളൂ ഞങ്ങൾ. അതാണ് ആളുകളുടെ നിലപാട്. അതല്ലാതെ ഞാൻ ഒന്നും കൂടെ പറയാം ഡിഎഫ്ഒ, നമ്മൾ പറയാം, ഇനി ഇതിനെ കൂട്ടിക്കയറ്റി ഇവിടുന്ന് കൊണ്ടുപോകാനാണെങ്കിൽ അത് നടക്കില്ല. അതിന് ജനം സമ്മതിക്കില്ല. അതനുസരിച്ചുള്ള തീരുമാനം എടുത്താൽ ആൾക്ക് പരാതിയില്ല. മാത്രമല്ല ഇവിടെ കൂട്ടിലും കയറൂല. അതെ, ആലോചിച്ച് വെക്കേണ്ടത് മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായതിനേക്കാൾ വളരെ ശാന്തരായിട്ട് ഇവിടുത്തെ ആൾക്കാർ നിന്നത് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിക്കാൻ ഉള്ളത് കൊണ്ടാണ് നിന്നത് ആണല്ലോ. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം ആൾക്കാർ സ്വീകരിച്ചു. പക്ഷെ അവർക്ക് ജീവിക്കണ്ടേ? 20 മീറ്റർ അടിക്കാട് വെട്ടിത്തെളിക്കണമെന്ന് കഴിഞ്ഞ മീറ്റിംഗിൽ ആവശ്യപ്പെട്ടിട്ട് ഇന്ന് വരെ സമയം എടുത്തില്ല. ഇന്നലെയും ഞങ്ങൾ മിനിസ്റ്റർ യോഗത്തിൽ പറഞ്ഞു, നിങ്ങൾ 20 മീറ്റർ അടിക്കാട് വെട്ടി തെളിക്കണം, കാടും നാടുമായിട്ട് വേർതിരിക്കണം. അതിന്റെ ഒരു തീരുമാനം പറയുന്നില്ലല്ലോ. അത് ഇവിടെ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം വീണ്ടും കടുവേനെ ആളുകൾ കണ്ടു. RRT സംഘം പിന്നീടാണ് എത്തിയത്. അത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ പോകാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ ഈ ആൾക്കാർ രാത്രി ഈ ഫോറസ്റ്റ് ഈ തോട്ടത്തിൽ നടക്കുന്ന ആളുകളാണ്, അവർക്ക് ജീവിക്കണ്ടേ. ഒരു 47 വയസ്സുള്ള പെൺകുട്ടിയാണ് മരിച്ചത്.
അതിന് ഗവർക്കൂടെ ഹോസ്പിറ്റൽ കണ്ടേ പറ്റൂ. പിന്നെ നിങ്ങൾ അതിനെ ചുരുക്കി കാണിക്കല്ലേ? നമ്മള് ഇല്ല, അതല്ല ഞാൻ പറഞ്ഞത്. നഷ്ടപരിഹാരം കൊണ്ട് ഒന്നും ഞങ്ങളെ വിഷയമല്ല. ഞങ്ങള് കടുവയെ കൊല്ലണം, അതാണ് ഞങ്ങൾ പറയുന്നത്. പങ്കെടുത്ത മീറ്റിംഗിൽ അടക്കം എടുത്ത തീരുമാനം സാർ അതിൽ എന്ത് നടപടി സ്വീകരിച്ചു? അതുമല്ല സാറേ, ഇന്നലെ നമ്മൾ മിനിസ്റ്റർ സാറെ മുമ്പിൽ നിന്ന് മിനിസ്റ്റർ ഇരുന്ന് തീരുമാനിച്ചു വെടിവെക്കാം കൊല്ലാം. പക്ഷെ അതിന്റെ ഒരു പ്രൊസീജിയർ ഈ നിമിഷം വരെ പൂർത്തിയാകില്ല. അരുൺ സെക്രട്ടറി എത്തിയില്ല. ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഉദ്യോഗസ്ഥർ ഞങ്ങളിനി എന്ത് ചെയ്യണം? എന്റെ അടുത്ത് രാവിലെ എത്തുമെന്ന് പറഞ്ഞ അയാള് ജയസാറൊക്കെ ഉണ്ടല്ലോ വിദഗ്ധന്മാരായ ആളുകൾ. നടപടി തുടങ്ങി. ആയിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ്. സഹകരിക്കാൻ തയ്യാറാവും. ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, എനിക്ക് ഒന്നിട്ടേ കൊണ്ടുപോകും. അല്ലെങ്കിൽ സംഗതി ആയിക്കോട്ടെ, ഞങ്ങളിപ്പോ നിങ്ങളുടെ കൂടെ തന്നെയല്ലേ ഉള്ളത്. ഞങ്ങൾ ഇതിനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നേക്കണം. അല്ലാതെ അതിനെ ഓടിച്ചിടാനാണെങ്കിൽ നമ്മൾ ഇതിന്റെ അല്ല അല്ല നിങ്ങൾ അങ്ങനെ വിശ്വസിക്കല്ലേ? കൂട്ടിൽ കയറാനും കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ പറഞ്ഞു അതിനെ ഓടിക്കാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത പയ്യമ്പള്ളിയിൽ ഒരു ഏകദേശം 15 ദിവസത്തിലേറെ വീതി വെച്ചൊരു കടുവയെ നിങ്ങൾ ഓടിക്കുകയല്ലാതെ നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ എന്താ ചെയ്തേ? സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കടുവയെ ഷൂട്ട് ഇന്നലെ രാത്രി എന്തോ ഒരു ഒച്ചയായിട്ട് 11 മണി കഴിഞ്ഞിട്ടുണ്ട്. കുറയ്ക്കലും ഒരു ചെറിയൊരു ഒച്ച വീടിന്റെ അടുത്തുനിന്ന് 3 പട്ടി. രാവിലെ നോക്കുമ്പോ 2 പട്ടി ഉണ്ടാവും. അപ്പൊ എന്തായാലും മറുപടി മോശപ്പെട്ട അവസ്ഥ. ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ഒച്ചുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ പുറത്തു കൂടെ വേണം പോകാനായിട്ട്. അപ്പൊ ഞങ്ങൾക്ക് പേടിയാ പുറത്തിറങ്ങാൻ. എന്താ വെച്ചാൽ കാട്ടിലാണ് ഞങ്ങളുടെ വീട്. ഇവിടെ അടുത്താണെങ്കിലും ഫോറസ്റ്റ് ആണ് ചുറ്റിനും. അപ്പൊ ഇന്നലെ രാത്രി തന്നെ 10-11 മണിയാകുമ്പോ ഭയങ്കര ഇത് ഇവിടെ വീടിന്റെ അടുത്താ. വീട് നമ്മളിവിടെ പുറത്തുനിന്നാണ്. ഈ പട്ടി എന്തോ ഒരു ഒച്ചയായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴുള്ള ഒരു കരച്ചില്. ആ കരച്ചിലോട്ട് ബാക്കി 2 പട്ടികൾ ഭയങ്കര കുരയായിരുന്നു. കുരച്ചു പോടുന്നുണ്ടായി. അപ്പൊ രാവിലെ നോക്കുമ്പോ ആ ഒരു പട്ടീനെ കാണുന്നില്ല. 3 പട്ടി ഉണ്ടായി, ഒരു പട്ടിനെ കാണുന്നില്ല. രാവിലെ നോക്കുമ്പോ 2 മാത്രമേ ഉണ്ടാവും. 2 ഉള്ളൂ. ഒന്നിനെ പിടിച്ചെന്നുള്ളത് ഉറപ്പ്. 200 മീറ്റർ അപ്പുറം, ഈ ഓഫീസിന്റെ 200 മീറ്റർ അപ്പുറം. സരസ്വതി ഇല്ല, കണ്ടില്ല. രാത്രി 11 മണിക്കാ. പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. വാതിലുറക്കാൻ പേടിച്ചിട്ട്. വീടിന് മുന്നത്ത് കൂടെ സംശയങ്ങളുണ്ട്. കുഞ്ഞു മക്കളാണ്. പുറത്തിറങ്ങാൻ പേടിച്ചിട്ട് ഇത്രയും നേരം വാതിലടച്ച് തൊട്ടടുത്താണ് ഇവരെ വീട്. ഈ ചുറ്റോട്ടത്ത് 2 കിലോമീറ്റർ പരിധി തന്നെ സാധനം ഓടി നടന്നിട്ട് ഇത്ര ആളിനായിട്ട് ഒരു പട്ടീനെ കാണുന്നില്ല. എന്നിട്ട് അത് കടുവ പിടിച്ചെന്നാൽ ഉറപ്പ് തന്നെയാ. കാരണം അത്ര ഒച്ച കേട്ട് രാത്രി പുറത്തിറങ്ങാൻ പേടിച്ചിട്ട് 11 മണിയായി. രാത്രി പേടിച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ഒച്ചയാ പട്ടിയില്. ബാക്കി 2 ഭയങ്കര കുരച്ചങ്ങോട്ട് ഓടുന്നുണ്ടായി. നേരം വെട്ടപ്പ കാണുന്നില്ല. സരസ്വതി അത് നിലവിൽ കടുവ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അതാണ് ക്ലിയർ ആയിട്ടുള്ള. അങ്ങനെ കാണില്ല, പൊടിമണ്ണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കാണുള്ളൂ. പിന്നെ വീടിന്റെ പരിസരത്ത് പിന്നെ പട്ടീന് 11 മണിക്ക് ശബ്ദം കേട്ട് കണ്ട് ഇതിന്റെ പേടിയുണ്ട് ആരും പുറത്തിറങ്ങില്ല. ഇല്ല, അതൊന്നും കണ്ടില്ല. പേടിച്ചിട്ട് ആരോടെ വിളിച്ചു പറയാം? ആരെ ചെല്ലാന്നറിയില്ലല്ലോ. ആരെ ചെല്ലാന്നറിയില്ലോ. ഈ രാത്രി ഇങ്ങനെ ഒരു ഭീതിയുള്ള സമയത്ത് ആരെ ഇറങ്ങി ചെല്ലാൻ? ആർക്ക് ചെല്ലാൻ കഴിയോ? ചെയ്തു. ഇന്നലെ ഇവിടെ ആറാട്ടിന് പിന്നെ ഇതൊന്നും പരിശോധിക്കാൻ ആളില്ല. ഇതാണ് സ്ഥിതി. ഇവിടെ പിന്നെ 200 മീറ്റർ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ മൊത്തം ആറാട്ടിന് പിന്നെ വിന്യസിച്ചതാണ്.
എന്നിട്ട് ഈ 200 മീറ്റർ അപ്പുറം നടന്ന സംഭവം അറിഞ്ഞിട്ടില്ല. ഇവര് വന്നിപ്പോ പറഞ്ഞ ആ ചേച്ചി ഒന്ന് പറഞ്ഞപ്പോഴല്ലേ അറിയുന്നത്. സംഭവം ഉണ്ടാവുമ്പോൾ ഇതെല്ലാം കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. RRT വരുന്നില്ല എന്ന് പറഞ്ഞ റോഡ് കൂടെ വന്ന് കറങ്ങിട്ട് അങ്ങ് പോകും. കൂട് വെച്ച് കാത്തു നിന്നിട്ട് കടുവ സ്വയം തീരുമാനം എടുത്തിട്ട് കൂട്ടുകയറട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിന്നാൽ നടക്കൂല എന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള RRT ഒക്കെ വരുന്നുണ്ട്. RRT വരും, റോഡ് കൂടെ വന്ന് കറങ്ങിട്ട് അവരങ്ങ് പോകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. വെടിവെച്ച് കൊല്ലണം. വീട്ടിൽ കയറിയാലും വെടിവെച്ച് കൊല്ലണം. വെടിവെച്ച് കൊല്ലണം. ഞങ്ങളെ മുന്നിൽ നിന്ന് കൊല്ലണം. കൊന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടില്ല. എന്നിട്ട് അത് വീണ്ടും പിടിക്കുക. ഇത് അപ്പുറത്ത് എവിടെ ഉണ്ടായിരുന്ന കടുവേനെ ഒരുപാട് ഇതിനു മുൻപ് എന്റെ വീടിന്റെ അടുത്ത് മണിയങ്കുന്നില് എന്റെ വീടിന്റെ അടുത്ത് ഇതേപോലെ വന്നിട്ട് കൂട് വെച്ചു, ആടിനെ കെട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരിക്കൽ പോലും അതിന് കൂടില കടുവയും വീണില്ല, ആടിനെ കൊണ്ടുപോവുകയും ചെയ്തു, കൂടും കൊണ്ടുപോയി. അതിങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇവര് എല്ലാം പിൻവലിച്ചോണ്ടിരിക്കും. ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. കൂട്ടിൽ കടുവ കുടുങ്ങിയാൽ തന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിനെ പിടിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിടാണ്. അത് വീണ്ടും വരികയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് മാത്രമേ ഇവരോടൊക്കെ പറയാനുള്ളൂ. കാരണം ഒരു അക്രമകാരിയായ കടുവ, നരഭോജിയായ കടുവേനെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് വേറൊരു ഇത്രയും ഇത് ഒരു മനുഷ്യന്മാർ തന്നെയല്ലേ അവർ താമസിക്കുന്നിടത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത്. അതേ കൊലപാതകത്തിന് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവര് കൊലപാതകളാ. സത്യം പറഞ്ഞാൽ കൊലക്കുറ്റത്തിന് ഇപ്പൊ 200 മീറ്റർ അകലം ഇത് ഇവിടുന്ന് കുറച്ചപ്പുറേ ഉള്ളൂ. കൊലക്കുറ്റത്തിന് കേസ് എടുക്കണം. ആളുകളുണ്ട്. എന്നിട്ട് സംഭവിച്ചേ 24 മണിക്കൂറായി കബളിപ്പിച്ച് കണ്ണിൽ പൊടിയിട്ട് നടന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന DFOന്റെ പേരില് കൊലക്കുറ്റത്തിനാണ് കേസെടുക്കുന്നത്. എന്താ ജനങ്ങളെ വിഡ്ഢികളാക്കാണ്. ഇന്നലെ പറഞ്ഞു കടുവേനെ വെടിവെച്ച് കൊല്ലുമെന്ന്. ഇന്നെന്താ പറയുന്നത്? ഇന്ന് അതിന് പറ്റൂല, അനുമതി വേണം, ഉത്തരവ് വേണം. എന്ത് ഉത്തരവ്? എവിടെ നിന്നാണ് ഉത്തരവ്? ഈ മനുഷ്യന്മാരെ കൊല്ലാൻ നിങ്ങൾക്ക് ഉത്തരവൊന്നും വേണ്ട. മനുഷ്യന്മാരെ കൊല്ലും, എല്ലാവരും കൂടെ വെടിവെച്ചാൽ കൊന്നളാ എന്നാ പ്രശ്നമില്ലല്ലോ. പ്രശ്നം വലിയ പ്രതിഷേധമാണ് വയനാട്ടിൽ. DFOയെ അടക്കം തടഞ്ഞുവെച്ച് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. കടുവയെ നിങ്ങൾ പിടികൂടും, മറ്റൊരിടത്ത് കൊണ്ടുപോയി കൂട് തുറന്നു വിടും, അത് വീണ്ടും വരും. അങ്ങനെ കടുവകളുടെ ആവാസ വ്യവസ്ഥയായി ഞങ്ങളുടെ പരിസരം മാറുന്നു എന്ന ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഷൂട്ട് അറ്റ് സൈറ്റ്, അതാണ് വേണ്ടത്. അല്ലാതെ ഇനി ഉത്തരവിന് വേണ്ടി കാത്തിരിക്കലാണോ? നിങ്ങളുടെ മനംമാറ്റത്തിന് പിന്നിൽ എന്താണ് എന്ന് ജനം അവരോട് ചോദിക്കുകയാണ്. മറുപടി പ്രതിരോധത്തിൽ തന്നെയാണ് വനംവകുപ്പ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്.